ഭാരതിയാർ യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് MG യൂണിവേഴ്സിറ്റി ഇക്വലൻസി സെഷനിൽ വിളിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞ മറുപടിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. MG യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി സെക്ഷനാണ്. BA കോഴ്സ് PG അതിനെന്തെങ്കിലും ഇക്വലൻസി കൊടുക്കുന്നുണ്ടോ? ഇക്വലൻസി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യാം. പോർട്ടലിലുള്ള പ്രോഗ്രാമുകൾ ഇക്വലൻസി ഇക്വേറ്റിംഗ് MG കോഴ്സ് കാണിച്ചിരിക്കുന്ന ഭാരതിയാർ യൂണിവേഴ്സിറ്റിയുടെ പ്രോഗ്രാമുകൾക്ക് ഇക്വലൻസി ഉണ്ട് 17 മുമ്പുള്ളത്. 15 മുതൽ 22 വരെയുള്ള ഇത് UGCയുടെ അപ്രൂവൽ സംബന്ധിച്ച് സുപ്രീം കോടതി കേസില്ല. അപ്പം അവിടുന്ന് വിധി വരാതെ കൊടുക്കാൻ പാടുണ്ടോ? ആർക്ക് കൊടുക്കാൻ പാടുണ്ടോന്ന്? അല്ല, ഇവിടുന്ന് 15 മുതൽ ഇക്വലൻസി കൊടുക്കാൻ പാടുണ്ടോ? സുപ്രീം കോടതി കേസിലാണ്. അത് ഭാരതിയാർ യൂണിവേഴ്സിറ്റി അല്ല. ഞാൻ നിങ്ങളെ മെയിലിൽ അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാനിപ്പം ഗവർണറിന് പരാതി കൊടുത്തിട്ടുണ്ട്. ഗവർണറും ബിന്ദു മേഡത്തിന് ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. കാര്യം ചില യൂണിവേഴ്സിറ്റികളൊക്കെ ഇപ്പം ഭാരതിയാറിന് ഇക്വലൻസി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് പരാതി കൊടുത്തിട്ടുണ്ട്. അല്ല, ഇതിലെ ഞാൻ പറഞ്ഞേക്ക് ഇതിൽ MG യൂണിവേഴ്സിറ്റിയും കൊടുക്കുന്നുണ്ടെന്നുണ്ട്. ഇത് സുപ്രീം കോടതിയുടെ വിഷയമാണ്. അപ്പോൾ ഇവിടുന്ന് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യം. അണ്ണാമല മാത്രമല്ല, ഭാരതിയാർ ഇങ്ങോട്ട് പറയുന്നത് നമ്മളെ സംസാരിക്കാൻ ഇങ്ങോട്ട് വിളിച്ചത് ഇവിടുത്തെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ പറയുന്നതൊന്ന് കേൾക്കുക. UGCയുടെ റെഗുലേഷനാണ്, അല്ലാതെ കോർട്ടിന്റെ ഓർഡർ ഒന്നുമല്ല. ഭാരതിയാർ യൂണിവേഴ്സിറ്റിക്ക് 2017 തൊട്ട് ഇങ്ങോട്ട് 22 ജനുവരി വരെ ഇല്ല. അതിനിടയിലുള്ള കോഴ്സുകൾക്കൊന്നും ഇക്വലൻസി അങ്ങനെയുള്ള ഡ്യൂറേഷൻ വെച്ച് വരുന്ന കോഴ്സുകൾക്കൊന്നും ഇക്വലൻസി ഇല്ല. 15 തൊട്ട് കൊടുക്കാത്തത് അണ്ണാമല യൂണിവേഴ്സിറ്റിക്കാണ്. അല്ല, 15 മുതൽ അങ്ങേരില്ലെന്ന് UGCയുടെ നോട്ടീസ് ഉണ്ടല്ലോ. UGCയുടെ നോട്ടീസ് നമ്മൾ ചോദിച്ചു, ഞാൻ മെയിൽ വഴി അയച്ചിട്ടുണ്ട്. അത് അവർ 15 മുതൽ 22 വരെ ഇല്ലെന്ന്. അല്ല, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അതാണ് ഞാൻ ചോദിക്കുന്നത്. അല്ല, മേഡം ഇമോഷണൽ ആവണം എന്തിനാ? അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അല്ല, മേഡം ഭാരതിയാറിൽ പഠിച്ചതാണോ? 2015 തൊട്ടുള്ളത് അണ്ണാമല യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. കോർട്ടിലിരിക്കുന്നത് ഭാരതിയാറുണ്ടല്ലോ. പിന്നെ വേറെ ഓർഡർ ഒന്നുമല്ല, UGCയുടെ ഓർഡറാണ് ഫോളോ ചെയ്യുന്നത്. UGCയുടെ ഓർഡറാണ് കയ്യിരിക്കുന്നത്. അംഗീകാരമില്ല, കോടതിയിൽ കേസിലാണ്. 16/604/2023 കേസ് നമ്പർ. അല്ല, പറയാൻ സമർത്ഥിക്ക്. എനിക്ക് നിരവധി കോള് വരുന്നുണ്ട്. അംഗീകാരമില്ല. അപ്പോൾ ഇവിടുന്ന് MGന്ന് 15, 16, 17 ഇക്വലൻസി കൊടുക്കുന്നുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പോൾ ഇക്വലൻസ് സെഷനിൽ പിന്നെ അതേപോലെ തന്നെ ഇക്വലൻസ് സെഷൻ വിളിക്കുമ്പോൾ അവർക്ക് അവിടെ ഇരിക്കുന്ന സ്റ്റാഫിന് മാന്യമായിട്ട് സംസാരിക്കാറുണ്ട്. ഞങ്ങൾ ആരും അവിടെ ഇക്വലൻസ് സെഷനിൽ ഇരിക്കുന്ന വിളിക്കുമ്പോൾ നമ്മുടെ അടുത്ത് കയറി ഉടക്കണം, വയലൻ്റ് ആണ്. പിന്നെ UGCയുടെ ഈ ഭാരതിയാറിനെ സംബന്ധിച്ച് ചോദിച്ചു. അവരെപ്പോഴും റിപ്പോർട്ട് ചെയ്യുന്ന UGC സെക്രട്ടറി നീതു മാഡം തന്നത് അംഗീകാരമില്ലെന്നാണ്. 15 മുതൽ 22 വരെയുള്ളത് സുപ്രീം കോടതി കേസിലിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ നോട്ടീസൊക്കെ ഉണ്ട് നമുക്ക്, പബ്ലിക് നോട്ടീസ് പോലെ. അതുപോലെ തന്നെ വിവരാവകാശത്തിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ സുപ്രീം കോടതിയുടെ 16/604/2023 കേസ് നമ്പറിൽ ഭാരതിയാറുണ്ട് കേസിലിരിക്കുക സുപ്രീം കോടതിയിൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ മാന്യമായിട്ട് വിളിച്ച് പിന്നെ ഇവിടെ ഇക്വലൻസ് സെഷനിൽ MGയിൽ വിളിച്ചു. അപ്പോൾ ഞാൻ ഭാരതിയാറിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അവർ കയറി എന്നെ ഉടക്കണം. സംശയം സാറിന് പബ്ലിക്കിന് ചോദിക്കുകയല്ല, അതുകൊണ്ടല്ലേ അവർക്ക് ശമ്പളം ഗവൺമെൻറ്റിൽ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചോദിച്ച് പിന്നെ ഇതിൻ്റെ ഭാരതിയാറിന് അപ്പോൾ 15, 16, 17 അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടും. മാന്യമായിട്ട് ഒരാൾ വിളിച്ചു കഴിഞ്ഞാൽ ഒരു മാന്യമായിട്ട് സംസാരിക്കാൻ ഇരുത്തിരിക്കണം. അത് ശ്രദ്ധപ്പെടുത്താം കേട്ടോ, കുഴപ്പമില്ല, അത് ചെയ്യാം.